ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീ PSC വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ വരാൻ പോകുന്ന കമ്പനി ബോർഡ്, വെബ്കോ, VFA തുടങ്ങിയ പരീക്ഷകൾക്കായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും പ്രയോജനകരമാകുന്ന രീതിയിലാണ് ക്ലാസ് അറേഞ്ച് ചെയ്തേക്കുന്നത്. പക്ഷേ ക്ലാസ്സുകൾ ആരും അങ്ങനെ കാണുന്നില്ല, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ക്ലാസ്സുകൾ കണ്ട് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. PYQ സെക്ഷനാണ് ഇന്നും കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ട വാചകങ്ങളാണ് മുകളിൽ തന്നിരിക്കുന്നത്? അതായത് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്താണ്? നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇത് ഭരണഘടനയുടെ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. കിട്ടിക്കാണും നിങ്ങൾക്ക് ആൻസർ അല്ലേ? ആമുഖവുമായി ബന്ധപ്പെട്ടതാണ് ഈ പറഞ്ഞിരിക്കുന്ന വാക്യം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്താണെന്ന് ചോദിച്ചാൽ പറയണം 1950 ജനുവരി 26 അല്ലേ. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26 ഓക്കെ, ഇങ്ങനെ ഈ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നതോടുകൂടിയാണ് നമ്മുടെ ഇന്ത്യ എന്തായിട്ട് മാറുന്നത്? റിപ്പബ്ലിക്കായിട്ട് മാറുന്നത്. ഇന്ത്യ റിപ്പബ്ലിക്കായി മാറുന്നത്. നമുക്കറിയാം റിപ്പബ്ലിക് ഡേ എന്നാന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിക്കുന്നത്. എന്താണ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ? എന്താണ്? തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി അല്ലേ, രാഷ്ട്രത്തലവനായിരിക്കുന്ന ഒരു സംവിധാനമുണ്ട്, അതിനെയാണ് നമ്മൾ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. എന്താണ്? തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി രാഷ്ട്രത്തലവനായിരിക്കുന്ന സംവിധാനമാണ് റിപ്പബ്ലിക്. ഓക്കെ അല്ലേ. അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ ആരാണെന്ന് അറിയാം നിങ്ങൾക്ക് അല്ലേ. ആരാടാ ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ? പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതിയാണ് അല്ലേ. പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരെ പറയും? ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി എല്ലാവർക്കും അറിയാം, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അല്ലേ. ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാ? ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അല്ലേ. ദ്രൗപദി മുർമു ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഭരണഘടന? ഭരണഘടനയ്ക്ക് നമുക്കൊരു നിർവചനം കൊടുക്കാൻ പറ്റും. എന്താണ്? ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് ഭരണഘടന. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണം, അതാണ് ഭരണഘടന. ഓക്കെ, ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണനിർവഹണത്തിനായുള്ള നിയമങ്ങൾ ആവിർഭവിക്കുന്നത് ഭരണഘടനയിൽ നിന്നാണ്. എന്താണ്? ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണനിർവഹണത്തിനായിട്ടുള്ള നിയമങ്ങൾ ആവിർഭവിക്കുന്നത് ഭരണഘടനയിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ എല്ലാവർക്കും അറിയാം. അത് നിലവിൽ വരുന്നത് 1946 ഡിസംബർ 6 ആദ്യ സമ്മേളനം നടക്കുന്നത് 1946 ഡിസംബർ 9 ഇതിൽ ആദ്യത്തെ സമ്മേളനം, അതായത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് അല്ലേ. അതായത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിട്ടാണ് ആര്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ അല്ലേ. താൽക്കാലിക അധ്യക്ഷനാണ്. അപ്പോൾ സ്ഥിര അധ്യക്ഷനുണ്ടല്ലേ. ആരാണ് സ്ഥിര അധ്യക്ഷൻ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അതായത് 1946 ഡിസംബർ 11 സ്ഥിരം അധ്യക്ഷനായിട്ട് ആരെ തിരഞ്ഞെടുക്കുന്നത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിനായിട്ട് രൂപീകരിച്ച ഒരു കമ്മിറ്റി ഉണ്ട്, അതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അല്ലേ. ഭരണഘടനയുടെ കരട് രൂപീകരിക്കാനായിട്ട് കരട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ച കമ്മിറ്റി അതേതാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എല്ലാവർക്കും അറിയാം. ആരാണത്? ഡോക്ടർ BR അംബേദ്കർ ആണ് അല്ലേ. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് എന്നാണ്? 1949 നവംബർ 26 തെറ്റിക്കരുത്. ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വരുന്നത് 1950 ജനുവരി 26 നമ്മൾ ആദ്യമേ പറഞ്ഞു. എന്നാൽ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുന്നത് 1949 നവംബർ 26 ഈ നവംബർ 26 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? ഭരണഘടനാ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താണ്? ആമുഖത്തിലെ ആദ്യത്തെ വാചകം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആമുഖത്തിലെ വാചകം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നും പറഞ്ഞിട്ടാണ് അല്ലേ. ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ ആദ്യ വാചകം ആരംഭിക്കുന്നത്. ഓക്കെ, എന്താണ് ആമുഖം എന്ന് പറഞ്ഞാൽ? എന്താണ് ആമുഖം?
ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിപ്പിക്കുന്ന ഭരണഘടനയുടെ ഭാഗം, പ്രസക്തമായ ഭാഗം അങ്ങനെ പറയാൻ പറ്റും. എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്ന ഭരണഘടനയുടെ പ്രസക്തമായ ഭാഗത്തെയാണ് നമ്മൾ ആമുഖം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആരാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ? ആമുഖം എഴുതിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സത്ത എന്നറിയപ്പെടുന്നതും ആമുഖമാണ് അല്ലേ? ഇന്ത്യൻ ഭരണഘടനയുടെ സത്ത എന്നറിയപ്പെടുന്നു ഏത്? ആമുഖം. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നതും ആമുഖമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കുറെ അടിസ്ഥാന ലക്ഷ്യങ്ങളെ പറ്റി പറയുന്നുണ്ടല്ലോ. അതെന്തൊക്കെയാണ് അടിസ്ഥാന ലക്ഷ്യങ്ങൾ? ഏതൊക്കെയാ? പരമാധികാരം, സ്ഥിതിസമത്വം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്. കിട്ടിയോ? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഏതൊക്കെയാണത്? പരമാധികാരം, സ്ഥിതിസമത്വം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്. ഓക്കെ, എന്താണ് പരമാധികാരം? ഓരോന്നും പറയാൻ പോവാണേ. എന്താണ് പരമാധികാരം? ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നതിന് രാഷ്ട്രത്തിനുള്ള അധികാരം അല്ലേ? എന്താണ്? ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും രാഷ്ട്രത്തിനുള്ള അധികാരത്തെയാണ് നമ്മൾ പരമാധികാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി എന്താണ് സ്ഥിതിസമത്വം എന്ന് പറഞ്ഞാൽ എന്താ? സമൂഹത്തിലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ അസമത്വങ്ങൾ കുറച്ച് സാമൂഹിക നീതി ഉറപ്പാക്കുക. അത്രയേ ഉള്ളൂ. എന്താണ്? സമൂഹത്തിലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ അസമത്വങ്ങളൊക്കെ കുറച്ച് സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിനാണ് നമ്മൾ സ്ഥിതിസമത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് മതേതരത്വം? മതേതരത്വം എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പൗരന്മാർക്ക് അവകാശം നൽകുക. രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കില്ല. എന്താണ്? രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല. അതാണ് മതേതരത്വം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, പ്രചരിപ്പിക്കാം അല്ലേ? അതുപോലെ രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കില്ല, രാഷ്ട്രത്തിന് ഔദ്യോഗിക മതം ഇല്ല എന്ന് പറയുന്നതാണ് മതേതരത്വം. എന്താണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലൂടെ ഭരണം നടത്തുക അല്ലേ? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലൂടെ ഭരണം നടത്തുന്നതിനെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിലൊന്നായ റിപ്പബ്ലിക് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? നമ്മൾ കുറച്ചു മുമ്പ് എന്താ റിപ്പബ്ലിക് എന്ന് പറഞ്ഞു. എന്താ റിപ്പബ്ലിക്? തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി രാഷ്ട്രത്തലവനായിരിക്കുന്ന സംവിധാനമാണ് റിപ്പബ്ലിക് എന്ന് നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചതേ ഉള്ളൂ അല്ലേ? അപ്പോൾ എങ്ങനെ പറയാം നമുക്ക്? എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിലൊന്നായ റിപ്പബ്ലിക് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? രാഷ്ട്രത്തലവനെ നമ്മൾ തിരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുക എന്നുള്ളതാണ്. ഓക്കെ, രാഷ്ട്രത്തലവനെ തിരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുക. ഓക്കെ, ഇനി എന്താണ് പാർലമെന്ററി ഭരണ സമ്പ്രദായം? എന്താണ് പാർലമെന്ററി ഭരണ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനം. ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്നതിനെയാണ് പാർലമെന്ററി ഭരണ സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ആമുഖം എഴുതിയത് ആരാണ്? ആമുഖത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതിൻ്റെ വിശേഷണങ്ങൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണേ. ഒന്നാമത്തെ ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? പറയാമോ? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? അത് റവന്യൂ വകുപ്പ് മന്ത്രിയായിരിക്കും അല്ലേ? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. ഓക്കെ, ദേശീയ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് സംസ്ഥാനത്ത് രൂപീകൃതമായിട്ടുള്ള ഏജൻസിയാണ് ഏത്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നത്. നിയമം വഴി വന്നതാണ് അല്ലേ? ഈ നിയമം വന്നത് എന്നാണ്? അല്ലെങ്കിൽ ദേശീയ ദുരന്ത നിവാരണ നിയമം വന്നത് 2005-ലാണ്. ഓക്കെ, അപ്പോൾ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വരുന്നത് 2005-ലെ ദേശീയ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് 2007 മെയ് 4-നാണ്. കിട്ടിയോ? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊള്ളുന്നത് 2007 മെയ് 4-നാണെന്ന് ഓർക്കുക. ഓക്കെ, ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. പിന്നെ വൈസ് ചെയർമാൻ ആരാണ്? സംസ്ഥാന റവന്യൂ മന്ത്രിയായിരിക്കും അല്ലേ? ഇനി അപ്പോൾ മുഖ്യമന്ത്രി ചെയർമാനും സംസ്ഥാന റവന്യൂ മന്ത്രി വൈസ് ചെയർമാനുമായ ഒരു സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭരണ നിർവഹണ സമിതി എന്ന് പറയുന്നത് അല്ലേ? എന്തൊക്കെയാണ് ഈ അതോറിറ്റിയുടെ ലക്ഷ്യങ്ങൾ? സംസ്ഥാനത്തിന് ഒരു ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക,
പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണ്ണയിക്കുക, വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതി ആസൂത്രണം ചെയ്യുക. ഇതൊക്കെയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ലക്ഷ്യങ്ങൾ. എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ? സംസ്ഥാനത്തിന് ഒരു ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക, പ്രകൃതി ദുരന്ത സാധ്യതകൾ മേഖലകളൊക്കെ നിർണ്ണയിക്കുക, വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. ഇതൊക്കെയാണ് അതോറിറ്റിയുടെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. ഇതുകൂടാതെ അതാത് ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ ചെയർമാൻമാരായിട്ടുള്ള എന്തും കൂടി ഉണ്ട്, ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റി ഉണ്ട് അല്ലേ. അതത് ജില്ലകളിൽ നമ്മുടെ ജില്ലാ കളക്ടർമാർ ചെയർമാൻമാരായിട്ടുള്ള ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റിയുമുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ എന്നൂടെ പറഞ്ഞേ? പ്രകൃതി ദുരന്തങ്ങൾ, മനുഷ്യജന്യ അപകടങ്ങൾ, അതുപോലെ മാരകമായ പകർച്ചവ്യാധികൾ. പ്രകൃതി ദുരന്തം എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ഇതൊക്കെ പോലെയുള്ള എന്താണ്, ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം, അങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളുണ്ടല്ലോ അത്. പിന്നെ മനുഷ്യജന്യമായ അപകടങ്ങൾ, മാരകമായ പകർച്ചവ്യാധി, പ്ലേഗ്, കൊറോണ അല്ലേ, അങ്ങനെയുള്ള മാരക പകർച്ചവ്യാധികൾ, അങ്ങനെയുള്ള ദുരന്തങ്ങളെയൊക്കെ വർഗീകരിച്ച് അവയുടെ ആഘാതം കുറയ്ക്കുക, ജീവന നഷ്ടവും സാമ്പത്തിക നഷ്ടവും ലഘൂകരിക്കുക, ദുരന്തത്തിനിരയായവർക്ക് സഹായം എത്തിക്കുക, പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ഇതൊക്കെയാണ് അതോറിറ്റിയുടെ പ്രവർത്തന ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി, വൈസ് ചെയർമാൻ റവന്യൂ വകുപ്പ് മന്ത്രിയായിരിക്കും. ഇനി 2005 ദുരന്ത നിവാരണ നിയമം അനുസരിച്ചിട്ട് വന്നതാണെന്ന് ഓർക്കുക. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വരുന്നത് 2007 മെയ് 4 ഇത്ര ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് ഇക്കോളജി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? പുസ്തകത്തിൻ്റെ പേര് കേട്ടോ, ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് ഇക്കോളജി. പുസ്തകം എഴുതിയത് ആരാണ് അറിയാമോ? റാംഡിയോ മിശ്രയാണ് അല്ലേ. റാംഡിയോ മിശ്രയുടെ പുസ്തകമാണ്. അറിയില്ലാത്തവർ പഠിച്ചു വെച്ചോ. ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് ഇക്കോളജി ആരുടെ പുസ്തകമാണ്? റാംഡിയോ മിശ്രയുടെ പുസ്തകമാണ്. റാംഡിയോ മിശ്ര ആരാണ്? ഇന്ത്യൻ ഇക്കോളജിയുടെ പിതാവാണ് അല്ലേ. ഇന്ത്യൻ ഇക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? റാംഡിയോ മിശ്ര അല്ലേ. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ഓക്കെ, പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് റാംഡിയോ മിശ്ര. നമ്മുടെ വാരണാസിയിലെ ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ ഇക്കോളജി പഠനവും ഗവേഷണവും ആരംഭിക്കുകയും വികസിപ്പിക്കുകയും ചെയ്ത അദ്ദേഹം ഉഷ്ണമേഖലാ കമ്മിറ്റികൾ, പുൽമേടുകൾ, വന ആവാസ വ്യവസ്ഥ എന്നിവയെക്കുറിച്ച് സമഗ്രമായുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും കിട്ടിയോ? ഈ 3 ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനും ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനെ, തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒന്നാമത്തെ പ്രസ്താവന, 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവായിരുന്ന ദേശീയ നേതാവാണ് മദൻ മോഹൻ മാളവ്യ. ശരിയാണോ? അത് ശരിയാണല്ലേ. 2ാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത് നമുക്കറിയാം. അതിൽ അദ്ദേഹത്തിന് ഉപദേഷ്ടാവായിരുന്ന നേതാവാണ് മദൻ മോഹൻ മാളവ്യ. അതും ശരിയാണല്ലേ. 2ാമത്തെ പ്രസ്താവന ഇതാണ്, സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണമായ ഉടമ്പടിയാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി. നേരാണോ? ശരിയാണോ അത്? അതും ശരിയല്ലേ. സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണമായത് ഗാന്ധി ഇർവിൻ ഉടമ്പടി തന്നെയാണ് അല്ലേ. അതും ശരിയാണ്. അപ്പോൾ 2 പ്രസ്താവനകൾ ഇവിടെ ശരിയാണ് അല്ലേ. അപ്പോൾ 2ാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അതിന് കാരണമായി ഉടമ്പടി ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് പറയും? അത് ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ്. അങ്ങനെയാണെങ്കിൽ എന്നാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി നടന്നത്? ആ വർഷം എന്ന് പറഞ്ഞേ. വർഷവും ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. 1931 മാർച്ച് 5 കേട്ടോ. ഗാന്ധി ഇർവിൻ ഉടമ്പടി എന്നാണ്? 1931 മാർച്ച് 5 ഓക്കെ. 2 വിഭാഗങ്ങളുടെയും വിജയം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഈ ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ്. ഗാന്ധി ഇർവിൻ ഉടമ്പടി അദ്ദേഹം എന്താ വിശേഷിപ്പിച്ചത്? 2 വിഭാഗങ്ങളുടെയും വിജയം എന്നാണ്. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ വട്ടമേശ സമ്മേളനങ്ങളിൽ 3 വട്ടമേശ സമ്മേളനങ്ങൾ ആകെ ഉള്ളത് അല്ലേ. 30, 31, 32 എന്നീ വർഷങ്ങളിലായിട്ടാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുന്നത്. അതിൽ 2ാം വട്ടമേശ സമ്മേളനം ആരംഭിക്കുന്നത് 1931 സെപ്റ്റംബർ 7 അല്ലേ. 2ാം വട്ടമേശ സമ്മേളനം ആരംഭിക്കുന്നത് 1931 സെപ്റ്റംബർ 7 മുതലാണ്. ഓക്കെ, ഈ 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്തവരാരൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? സരോജിനി നായിഡു, പിന്നെ മദൻ മോഹൻ മാളവ്യ. ആരൊക്കെയാണ്? സരോജിനി നായിഡു, മദൻ മോഹൻ മാളവ്യ എന്നിവരാണ് 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്തത്. അങ്ങനെയാണെങ്കിൽ 2ാം വട്ടമേശ സമ്മേളന സമയത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരെ പറയും? 2ാം വട്ടമേശ സമ്മേളന സമയത്തെ ബ്രിട്ടീഷ് വൈസ്രോയി എന്ന് പറയുന്നത് വെല്ലിംഗ്ടൺ പ്രഭുവാണ് കേട്ടോ. വെല്ലിംഗ്ടൺ പ്രഭുവാണ്.
രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്തത് ആരായിരുന്നു? രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്തത് ടി രാഘവയ്യ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്തത് ടി രാഘവയ്യ. ഓക്കെ, ഇതാ കണ്ടില്ലേ, ഞാൻ വെറും കൈയോടെ മടങ്ങി വന്നിരിക്കുന്നു. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തതിന് ശേഷം ഗാന്ധിജി പറഞ്ഞതാണ് ഇങ്ങനെ ഈ വാക്കുകൾ. ഇതാ കണ്ടില്ലേ, ഞാൻ വെറും കൈയോടെ മടങ്ങി വന്നിരിക്കുന്നു. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തതിന് ശേഷം ആര് പറഞ്ഞ വാക്കുകളാണിത്? ഗാന്ധിജി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒന്നാം വട്ടമേശ സമ്മേളനം 1930 അല്ലേ? 1930 നവംബർ 12 മുതലായിരുന്നു. ഒന്നാം വട്ടമേശ സമ്മേളനം 1930 നവംബർ 12 മുതലായിരുന്നു. ഒന്നും രണ്ടും വട്ടമേശ സമ്മേളനങ്ങളിൽ സെക്രട്ടേറിയറ്റുകളുടെ പ്രതിനിധിയായിട്ട് പങ്കെടുത്ത മലയാളി ആരാന്ന് പറയാമോ? അതായത് ഒന്നാമത്തെയും രണ്ടാമത്തെയും വട്ടമേശ സമ്മേളനങ്ങളിൽ സെക്രട്ടേറിയറ്റുകളുടെ പ്രതിനിധിയായി പങ്കെടുത്ത മലയാളിയാണ് സർദാർ കെ എം പണിക്കർ. സർദാർ കെ എം പണിക്കർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ വട്ടമേശ സമ്മേളനം, രണ്ടാം വട്ടമേശ സമ്മേളനം പറഞ്ഞു. ഇനി മൂന്നാമത്തെ വട്ടമേശ സമ്മേളനം ആരംഭിക്കുന്നത് 1932 നവംബർ 17 മുതലാണ്. അപ്പോൾ ഒന്നാമത്തേത് 1930 പറഞ്ഞേ നവംബർ 12 മുതൽ. രണ്ടാമത്തേതാണെങ്കിൽ 1931 സെപ്റ്റംബർ 7 മുതൽ. മൂന്നാമത്തേതാണെങ്കിൽ 1932 നവംബർ 17 മുതൽ. ഓക്കെ അല്ലേ? എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തവർ ചോദിച്ചിട്ടുണ്ട്. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാക്കളാണ് BR അംബേദ്കർ, തേജ് ബഹാദൂർ സാപ്രു, MR ജയകർ, NM ജോഷി. ഒന്നുകൂടെ പറയാം, എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തവർ BR അംബേദ്കർ, തേജ് ബഹാദൂർ സാപ്രു, MR ജയകർ, NM ജോഷി. കിട്ടുമല്ലോ. എല്ലാ വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ഏക വനിത ആരാണ് എന്ന് പറഞ്ഞേ? എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക വനിത ബീഗം ജഹനാര ഷാനവാസ് ആണ് കേട്ടോ. ബീഗം ജഹനാര ഷാനവാസ് ആണ് എല്ലാ വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ഏക വനിത. ഓക്കെ അല്ലേ? ഇത്രയും നമ്മളിപ്പോൾ 4 ക്വസ്റ്റിനും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയുള്ള PYQ ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.